നമ്മളിപ്പോൾ ഇലക്ഷൻ ട്രാവലർ ഇപ്പോൾ തൃപ്പൂണിത്തുറയിലാണ് എത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് ഇപ്പോൾ ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കെ ബാബുവാണ്. പഴയ എക്സൈസ് മന്ത്രിയാണ്, പ്രമുഖനായ കോൺഗ്രസ് നേതാവ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു. സാധാരണ എല്ലാവരും സ്ഥാനാർത്ഥിയാകാൻ ഇങ്ങനെ മത്സരിക്കുന്ന കാലത്ത് അദ്ദേഹം മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം പക്ഷേ വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ ഒരു പൊതുസ്ഥിതി എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ബാബു ചേട്ടാ, ഞാൻ അങ്ങനെ തന്നെ വിളിക്കട്ടെ. ഒരുപാട് കഥകളുണ്ടല്ലേ, നമുക്ക് നല്ലോണം പണി തന്നിട്ടുള്ളതാണ്. ഇതൊക്കെ ആ സമയത്ത് ഓരോ കാലത്ത് എനിക്ക് അതിന് ഒരു പരിപാടില്ല, അല്ലെങ്കിൽ അത് സംഭവിക്കില്ലല്ലോ. അക്ഷരം എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ സംഭവിച്ച അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു വലിയ മാതൃക അത് കോൺഗ്രസിലെ ചെറുപ്പക്കാർക്ക് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വളർന്നു വരുന്ന ആളുകൾക്ക് ഒരു മാതൃക കാണിച്ചുകൊണ്ടാണ് ഈ മത്സര രംഗത്ത് നിന്ന് ശ്രീ കെ ബാബു പിൻവാങ്ങുന്നത്. അതിനെക്കുറിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ സാഹചര്യം എന്താ? എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, അത് മാത്രമേ കുറച്ച് ശകലം ആരോഗ്യ പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പൊ മത്സരിക്കാൻ താല്പര്യപ്പെടുന്ന പലരേക്കാൾ എനിക്ക് പ്രശ്നമുണ്ട്. പക്ഷേ എനിക്ക് തോന്നി സമയമായി, നമ്മള് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറേണ്ട സമയമായി എന്ന് തോന്നി ഞാൻ സ്വയം ഒരു തീരുമാനമെടുത്താണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, മുൻപൊക്കെ 1-2 തവണ എന്റെ സ്ഥാനാർത്ഥിത്വം വലിയ പ്രശ്നമായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി അതിശക്തമായ നിലപാടെടുക്കുകയും ഞാനില്ലെങ്കിൽ അദ്ദേഹം ഇല്ല തെരഞ്ഞെടുപ്പിൽ നിന്ന് പറയുകയും ചെയ്ത ഒരു സാഹചര്യം വരെയുണ്ട്. പക്ഷെ ഇത്തവണത്തെ പ്രത്യേകത, കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും, കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാക്കന്മാരെല്ലാം ഞാൻ മത്സരിക്കണമെന്ന് എന്നോട് ഇങ്ങോട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. ഇവിടെയുള്ള പ്രവർത്തകരും എന്നോട് ആവശ്യപ്പെട്ടു. എനിക്ക് തോന്നി നമുക്ക് ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ, പിൻവലിയേണ്ട സമയമായി. വളരെ സന്തോഷത്തോടെ ചെയ്തു. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഞാൻ സജീവമായിട്ടുണ്ട്. അതാ ഞാൻ നോക്കുന്നത്. കാരണം പല സ്ഥാനാർത്ഥികളെക്കാൾ ആക്റ്റീവായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ മത്സരിക്കാമായിരുന്നില്ലേ എന്നാണ് സാധാരണ എല്ലാവർക്കും ചോദിക്കാനുള്ളത്. അല്ല, അതിനകത്തുള്ളൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 30 കൊല്ലം തുടർന്നു വന്നൊരു ശൈലി ഒരു 18 മണിക്കൂർ ജനങ്ങളോടൊപ്പം റോഡിലുമായിരിക്കും. ഞാൻ കുടുംബകാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. കുട്ടികളെ പോലും ഞാൻ പല ദിവസങ്ങളും കാണാറില്ല. അതായിരുന്നു എൻ്റെ സ്ഥിതി. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ നിയോജകമണ്ഡലോ ജനങ്ങളുമാണ്. ഞാൻ അങ്ങനെയാണ് പരിഗണിച്ചത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്തെങ്കിലും ഈ തൃപ്പൂണിത്തുറ എന്നുള്ള തട്ടകം മാറാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. ഞാൻ ഒരിക്കലും മാറേണ്ട കാര്യമില്ല. ഞാൻ എവിടെയാണ് താമസിക്കുന്നത്, ഞാൻ മാറേണ്ട കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാറിയെങ്കിലും എൻ്റെ പരിമിതികൾ വെച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞാനുണ്ട്. എല്ലാ യോഗങ്ങളിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മറ്റു ചില നിയോജകമണ്ഡലങ്ങളിൽ പോകാറുണ്ട്. പഴയതുപോലെ ഇല്ല, പക്ഷെ എന്നാലും പോകാറുണ്ട്. ഇപ്പോൾ ഇവിടെ ദീപക് ജോയിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ വളരെ സജീവമാണ്. ഇപ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ എന്തായാലും സജീവമാണല്ലോ. എങ്ങനെയാണ് ഒരു വിജയപ്രതീക്ഷ? ഇവിടെ തീർച്ചയായിട്ടും ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞാൽ ഉള്ള 1-2 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ CPM-ന്റെ അടിത്തറ ഒരു തകർച്ച പറ്റിയിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് ശരിയായി, അത് ബോധ്യപ്പെട്ടു. നഗരസഭ ഉണ്ടായ കാലം മുതൽ 80-ലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ആദ്യമേ നടന്നത്. ആ 80 മുതൽ ഇവിടെ ഒരു 5 കൊല്ലത്തിൻ്റെ ഒരു ടേം ഒഴിച്ച് ബാക്കി മുഴുവൻ തവണയും CPM-ആണ് ഭരിച്ചത്. ഇത്തവണ CPM ഭരണത്തിൽ നിന്ന് പോയി. അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഒരു ധാരണയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. BJP-ക്കും ഒറ്റ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കിട്ടിയില്ല. മുനിസിപ്പൽ ഭരണം അവർക്കാണുള്ളത്. അപ്പൊ അതാണ് ഇവിടുത്തെ. പക്ഷേ BJP-ക്ക് അങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് കടക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു പ്രശ്നമില്ല ഇവിടെ. പക്ഷേ BJP-യുടെ ഒരു പ്രശ്നം ഇവിടെ വലിയൊരു ഗൗരവമുണ്ട്. BJP കഴിഞ്ഞ കുറെ കാലമായി അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയുള്ള 25-40 നിയോജകമണ്ഡലങ്ങളിൽ ഒന്നാണ് തൃപ്പൂണിത്തുറ എന്നാണ്. 2016-ൽ ഞാൻ തോൽക്കാൻ പല കാരണങ്ങളുണ്ടെങ്കിലും തോറ്റലൊരു കാരണം അന്നത്തെ BJP സ്ഥാനാർത്ഥി തുറവൂർ വിശ്വംഭരൻ, അദ്ദേഹം ദിവംഗതനായ ശ്രീ തുറവൂർ വിശ്വംഭരൻ
29,800 വോട്ട് പിടിച്ചു. അതിനു മുമ്പെല്ലാം 6,000 തുടങ്ങി 13,000 വോട്ട് വരെ അവർ പിടിച്ചിട്ടുള്ളൂ. ഞാൻ നിന്ന തെരഞ്ഞെടുപ്പിലെല്ലാം മാക്സിമം 13,000 പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ അവർ 29,800 വോട്ട് പിടിച്ചു. അതിൻ്റെ തോൽവിക്കൊരു കാരണമാണ് അന്ന് സ്ഥാനാർത്ഥി അവരുടെ വളരെ പ്രഗത്ഭനായിരുന്നു. അങ്ങനെ BJPക്ക് വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുള്ള നിയോജകമണ്ഡലം അവരിത്തവണ ഒരു പ്രാദേശിക പാർട്ടിയായി 2020 അവർ സീറ്റ് കൊടുത്തു. അപ്പം അതൊരു രാഷ്ട്രീയ അന്തർധാര അതിനകത്ത് CPM-ഉം അവർ തമ്മിൽ ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യത ഉണ്ടാവും. ചില പ്രത്യേക നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ, ചില ധ്രുവീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ BJPക്ക് വോട്ട് ചെയ്യുന്നത്. സാമുദായികമായ ചില ഞാനത് കൃത്യമായിട്ട് ഇപ്പം പറയുന്നില്ല, എന്നാലും ചില ധ്രുവീകരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് സത്യമാണ്. ആ ധ്രുവീകരണത്തിൻ്റെ പേരിൽ ഒരു വൈകാരികത BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകളിലുണ്ടായിരുന്നു. അവർ താമര വിടർത്താൻ നടന്ന ആളുകളാണ്. ഇപ്പം അവർ ചക്കയിടാൻ കയറണം എന്നുള്ളൊരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് അത് BJPക്കാരെല്ലാം ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ദീപക് ജോയി എന്ന് പറഞ്ഞാൽ ജോയി എന്നുള്ള പേരുണ്ടെങ്കിലും അയാൾ ഒന്നാം തരം ഒരു ശ്രീനാരായണീയനാണ്. അയാൾ ജനിച്ചു വളർന്നത് ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമായ പള്ളുരുത്തിയിലാണ്. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ നാഷണൽ കോർഡിനേറ്ററാണ്. 2 പ്രാവശ്യം കോർപ്പറേഷനിൽ ജയിച്ച ആളാണ്. ഇപ്പോൾ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുമാണ്. ഈ നിയോജകമണ്ഡലമായിട്ട് വളരെ കൂടുതൽ ബന്ധമുള്ള ഒരു പ്രവർത്തകൻ കൂടി. ആ ഒരു നിർദ്ദേശം അല്ല, അതിനകത്തൊരു കാര്യമുള്ളത്, ഞാൻ ആദ്യമേ തൊട്ടെടുത്ത നിലപാട് ഞാൻ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കുന്നില്ല എന്നാണ്. അപ്പം ഞാൻ ആരുടെ പേര് പറഞ്ഞില്ലെങ്കിലും എന്നോട് നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ ചോദിച്ചപ്പോൾ 3-4 സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ നിർദ്ദേശിച്ചു. അപ്പം അവര് ചില ആളുകൾ എത്തിച്ചേർന്നത് ദീപക് ജോയിലാണ്, ഞാൻ പറയാതെ തന്നെ. ചില ആളുകൾ ഏറ്റവും ഒടുവിൽ എൻ്റെ അടുത്ത് വന്ന ഒരു ആവശ്യം, ചില കേന്ദ്രങ്ങളിൽ വന്ന ആവശ്യം, ഇവിടെ ലിജു അവരെ കൂടി ഇവിടെ എനിക്കറിയാം ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നോട് പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞാൽ ഞാൻ ദീപക് ജോയിയുടെ പേരാണ് നിർദ്ദേശിക്കുന്നത്. അതേ സമയത്ത് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും തീരുമാനിക്കാം, ഞാൻ ഒരു തരത്തിലുള്ള പ്രതിഷേധവും പറയില്ല. അങ്ങനെ ദീപക് ജോയിയുടെ പേര് വന്നു. ദീപക് ജോയി പേര് പറയുന്നതിന് എനിക്ക് എൻ്റേതായ ന്യായങ്ങളുണ്ട്. അദ്ദേഹത്തോട് ലിജുവിനോട് ഞാൻ ഇവിടെ മത്സരിക്കുന്ന കാര്യം നേരത്തെ ചോദിച്ചപ്പോൾ ലിജു എന്നോട് ആദ്യം സൂചിപ്പിച്ച് കഴിഞ്ഞ 2 കൊല്ലം 2 ടേം അമ്പലപ്പുഴയാണ് മത്സരിച്ചത്. അതുകൊണ്ട് ഇത്തവണ അമ്പലപ്പുഴ നിൽക്കാനാണ് താല്പര്യം. ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവ് എന്ന് പറയുന്നത് AK ആന്റണി ആയിരുന്നല്ലോ എല്ലാ കാലത്തും. നിങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നു. പഴയ കഥയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സിനിമയ്ക്ക് ഒരുമിച്ച് പോകുന്ന കഥയൊക്കെ പണ്ട് അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ തീരുമാനം എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ വിട്ടു നിൽക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ അദ്ദേഹം വിളിച്ചിരുന്നോ? നിങ്ങൾ പറഞ്ഞൊരു തിരുത്ത്. എൻ്റെ സഹപ്രവർത്തകനല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ അനുയായിയാണ്. എൻ്റെ നേതാവ് AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി തുടങ്ങിയ ആളുകളൊക്കെയാണ്. ഞാൻ അവരോടൊപ്പം ആണ് വളർന്നു വന്നത്. എന്നെ പൊതുരംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു മുൻ കേന്ദ്രമന്ത്രി AC ജോർജ് എന്ന് പറഞ്ഞ പഴയ സ്പീക്കർ AC ജോർജിന്റെ ചേട്ടൻ, മുൻ കേന്ദ്രമന്ത്രി AC ജോർജാണ് എൻ്റെ തലതൊട്ടപ്പൻ. അദ്ദേഹത്തിന് സ്വന്തം മകനെ പോലെയായിരുന്നു ഞാൻ. കോളേജ് കാലത്താണ് ഞാൻ കോളേജ് കാലത്ത് ഞാൻ 67 കാലഘട്ടത്തിൽ 65-ലാണ് ഞാൻ KSUവിൽ വന്നത്. പക്ഷെ 67 കാലത്ത് അദ്ദേഹം അങ്കമാലിയിൽ സ്ഥാനാർത്ഥിയായിരുന്നു അസംബ്ലിക്ക്. അന്ന് മുതലുള്ള ബന്ധമാണ്. പക്ഷെ ഉമ്മൻചാണ്ടിയോടൊപ്പം ഉമ്മൻചാണ്ടി ഒരു ദിവസം എന്നെ 3 പ്രാവശ്യമെങ്കിലും വിളിക്കാറുണ്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി. അപ്പൊ അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ പാർട്ടിയിലെ ആ ഗ്രൂപ്പ് ഘടനയും അങ്ങനെ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ ഇന്നില്ലാത്ത രീതിയിൽ കോൺഗ്രസിനകത്തൊരു ഗ്രൂപ്പ് ചേരിതിരിവും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ അതിന്റെ ഭാഗമായിരുന്നു. അല്ല, അത് ആ കാലത്ത് കോൺഗ്രസിന്റെ ഒരു കരുത്ത് പകർന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനമായിട്ടാണല്ലോ പിന്നീട് ഇപ്പൊ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും. അല്ല, അതിനകത്ത് ജനങ്ങൾക്ക് വലിയ നിരാശയുണ്ടായിരുന്നു കോൺഗ്രസിൽ ഈ തമ്മിത്തല്ലിനെ കുറിച്ച്. ജനങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇപ്പോഴായാലും
LDF ഭരണത്തെ താഴെ ഇറക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ജനങ്ങൾക്കിടെ ആ പ്രതീക്ഷയ്ക്കൊത്ത് കോൺഗ്രസ് ഉയരണം എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പഴയതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല. ഒറ്റപ്പെട്ട ചില കാര്യം ഇപ്പം CPM-ൽ എത്രയോ പ്രശ്നങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, നേരത്തെ ആദ്യം ഈ മന്ത്രിയായിരിക്കുമ്പോൾ, എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മദ്യനയവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പല വിവാദങ്ങളും അന്നുണ്ടായത്. അന്നത്തെ ഗവൺമെന്റ് നയമായിട്ടാണ് ബാർ ഹോട്ടലുകൾ ഘട്ടം ഘട്ടമായി പൂട്ടി 5 സ്റ്റാറിന് മാത്രം ലൈസൻസ് കൊടുക്കാൻ. അതിനകത്ത് ഒരുപാട് നഷ്ടമുണ്ടായ ആളുകളാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. യഥാർത്ഥം പറഞ്ഞാൽ CPM-ന്റെ മൺമറഞ്ഞ ഒരു നേതാവും ഇപ്പോഴത്തെ CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയുമായ തിരുവനന്തപുരത്തുള്ളൊരു നേതാവിൻ്റെ വീട്ടിൽ വെച്ച് ബാർ ഹോട്ടലിലെ 3 നേതാക്കന്മാർ, ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ 3 നേതാക്കന്മാർ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഇവരിൽ ഒരു ബാർ ഉടമ പറഞ്ഞു, അസോസിയേഷൻ്റെ ഭാരവാഹിയായിരുന്നു, സാറേ ഞങ്ങളുടെ ബാറൊക്കെ ഒന്ന് തുറന്നു തന്നു എന്ന് പറഞ്ഞു. അപ്പം അവരുടെ മൺമറഞ്ഞു പോയ നേതാവ് തിരിച്ചു പറഞ്ഞു, നിങ്ങൾ കൂടുതൽ ആളുകളുടെ പേരിൽ ആരോപണം ഉന്നയിക്കും, അപ്പോൾ ഗവൺമെൻറ് വലിച്ചു താഴെയിടാൻ പറ്റും. അങ്ങനെയാണ് എന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആരോപണം വന്നത്. യഥാർത്ഥ വസ്തുതയാണ്. കേരളത്തിൽ മൊത്തം എത്ര സീറ്റ് UDF-ന് കിട്ടും? കേരളത്തിൽ നല്ല അനുകൂലമായ ഒരു ട്രെൻഡുണ്ട്. ഒരു ട്രെൻഡ് തന്നെ ഉണ്ടെന്നാണ്. ഒരു ട്രെൻഡുണ്ട് ആളുകളിൽ. ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെ മടുത്തു. അപ്പം ജനങ്ങളുടെ മനസ്സിലൊരു ചോദ്യം, ഇനിയും ഈ സർക്കാരിനെ ചുമക്കണോ അല്ലെങ്കിൽ ഇത് സഹിക്കണോ എന്നുള്ളൊരു ചോദ്യം ജനങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷെ എന്നാലും UDF-ന്റെ പ്രവർത്തകർ ജനങ്ങളുടെ സഹകരണം, അങ്ങനെ ഒരു വിജയത്തിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ വന്നപ്പോൾ തന്നെ ആര് മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകളോ അല്ലെങ്കിൽ അത്തരം കമന്റുകളോ ഒക്കെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു തുടങ്ങി, പലരുടെയും ഭാഗത്തു നിന്ന്. കോൺഗ്രസ് ഒരിക്കലും മുഖ്യമന്ത്രിയെ തീരുമാനിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് പോയിട്ടില്ല. ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ വരും, അവര് MLA-മാരുടെ അഭിപ്രായം വ്യക്തിപരമായി തേടും, അത് കോൺഗ്രസ് നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്യും, അവർ പ്രഖ്യാപിക്കും. അങ്ങനെയാണ് കീഴ്വഴക്കം. ഇത്തവണ അങ്ങനെ ഒരു കീഴ്വഴക്കം തന്നെ ആവർത്തിക്കും. ഈ ചർച്ചകളിൽ ഈ വരുന്ന പേരുകൾ മുഴുവൻ പഴയ ഐ ഗ്രൂപ്പുകാരുടെ പേരുകളാണ് നേതൃത്വത്തിൽ. അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഗ്രൂപ്പ് അപ്രസക്തമായോ? അല്ല, A ഗ്രൂപ്പ് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചേരിതിരിവുകളും കേന്ദ്രീകരിച്ച ഗ്രൂപ്പ് പ്രവർത്തനവും ഇല്ല. പക്ഷേ എല്ലായിടത്തും പല വികാരങ്ങളുള്ള ആളുകളും പഴയ പൊക്കിൾക്കൊടി ബന്ധങ്ങളുള്ള ആളുകളും ഉണ്ട്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന അതാണ് നേതൃത്വത്തിന്റെ മിടുക്ക്. ശരി, എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടെ ശുഭപ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കെ ബാബു നോക്കിക്കാണുന്നത്. അദ്ദേഹം നേരത്തെ ഞാൻ പല ആവർത്തി പറഞ്ഞതുപോലെ മാതൃകാപരമായ ഒരു തീരുമാനമെടുത്തു, തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുക. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവവും, ഇതായിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഒരുപക്ഷെ സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ സജീവമായി നിൽക്കുകയാണ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ. അപ്പോൾ വളരെ നന്ദി ഈ ഇലക്ഷൻ ട്രാവൽ പറഞ്ഞു. അല്ല, എനിക്കൊരു അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ഗവർണർക്ക് കൊടുക്കുന്ന MLA-മാരുടെ പട്ടികയിൽ തൃപ്പൂണിത്തുറ MLA ആയി ദീപക് ജോയിയുടെ പേരുണ്ട്. ഒരു സംശയം. താങ്ക് യു.